എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ. അതായത് ഇവരും കേട്ടവരാണ്, പക്ഷെ ഇവരെന്ത് ചെയ്തു? കഠിനപ്പെട്ടു. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കാൻ ഹൃദയങ്ങളെ അന്ധത പിടിപ്പിക്കുന്ന, വ്യക്തികളുടെ കണ്ണുകളെ കുരുടാക്കുന്ന, ഹൃദയങ്ങളെ കഠിനമാക്കുന്ന, കർത്താവിന്റെ വചനം കേട്ടിട്ട് പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് എതിരായി മാറുന്ന. ആദ്യമൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു, ആദ്യമൊക്കെ വചനം കേൾക്കുമായിരുന്നു, ആദ്യമൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു. പക്ഷെ പുള്ളി എതിരാന്ന് പറയുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. ഇന്ന് ചിലരുടെ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തിരിഞ്ഞു വരട്ടെ, തിരിഞ്ഞു വരട്ടെ, തിരിഞ്ഞു വരട്ടെ.